ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മല്ലിയില എങ്ങനെ മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. അതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന മല്ലിയിലയാണ്. അത് ഇതാ കവറിനെടുത്ത് മാറ്റി ഇനി നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ പരത്തിയിട്ടിട്ട് നമ്മൾ അതിന് കേടായ ഇലകളുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വേറെ വല്ല ചെടികൾ പോലത്തെ ഇലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തു മാറ്റട്ടെ. അതുപോലെ മഞ്ഞ കളറുള്ള ഇലകൾ അതെല്ലാം എടുത്തു മാറ്റണമായിരുന്നു. കേട് വന്നതും അത് വാടി ചെയ്ത് അതുപോലത്തെ ഫ്രഷ് അല്ലാത്ത എല്ലാ ഇലകളും എല്ലാം എടുത്തു മാറ്റാം. കാരണം ഒരു ഇല കേടുള്ളതോ ഒന്ന് പഴുത്തുണ്ടെങ്കിൽ അത് പിന്നെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് നാശമാവും. അപ്പോൾ അതുകൊണ്ട് അതും ആര് പോലത്തെ ചെടികൾ എല്ലാം അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കേടുവന്നതും എല്ലാതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചില ടൈമിൽ വേറെ ചെടികളൊക്കെ ഉണ്ടാവലുണ്ട്. പ്രാവശ്യം അതില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. ഇനി നമ്മൾ അതിന് ശേഷം വേണ്ടത് ഈ മല്ലിച്ചെപ്പിൻ്റെ ഇതൊക്കെ തണ്ടല്ലേ അത് എല്ലാം കൂടി ഒരുമിച്ച് ഇതേപോലെ വെക്കുക. തണ്ടിൻ്റെ അടിഭാഗം എല്ലാതും ഒരേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടുത്തെ എല്ലാ തണ്ടുഭാഗം അടിഭാഗം എല്ലാം ഒരേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിലെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യണം. കുറച്ച് ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അഥവാ പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് തണ്ടൊക്കെ ഒരേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചെപ്പില്ല അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ തണ്ടുകളും അതിൻ്റെ അടിയിൽ തട്ടണം. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം, അതായത് ബോട്ടിൽ അത്രയും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബോട്ടിൽ അത്രയും വേണ്ട ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരുപാടായാൽ അത് ചീഞ്ഞു പോകും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു കവർ എടുക്കുക. ആ കവറിലേക്ക് ഇത് ഇറക്കി വെക്കുക കേട്ടോ. ആ വെള്ളം ആക്കി വെച്ച ആ ബോട്ടിലില്ലേ അതും മല്ലിച്ചെപ്പും കൂടിയിട്ട് ഇതുപോലെ ഇറക്കി വെക്കുക. എന്നിട്ട് ഇറക്കി വെക്കുമ്പോൾ ഇതിൻ്റെ എയർ മൊത്തം കളയണം. കവറിൻ്റെ ഉള്ളിലുള്ള എയർ മൊത്തം കളഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ പിന്നോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇലയ്ക്ക് അതിലിരിക്കാനുള്ള സ്പേസ് കൊടുക്കണം കേട്ടോ. ഫ്രീ ആയിട്ട് ടൈറ്റാക്കി ആക്കരുത്. ഇലയ്ക്ക് ഇരിക്കാനുള്ള സ്പേസ് അതിൽ കൊടുക്കണം. ഇനി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കുപ്പിയുടെയും കട്ട് ചെയ്യുന്ന കുപ്പിയുടെയും സൈസ് അനുസരിച്ചിട്ട് 1/4 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. തന്നെ 2 ദിവസം കൂടുമ്പോൾ നമ്മളിതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇലകളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സ്പേസിൽ തന്നെ വെക്കണം. നമ്മൾ ഇടുങ്ങി പിടിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വെക്കരുത്. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഫ്രീയുള്ള സ്പേസിൽ വെക്കട്ടെ. ഡോറിൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പല ഐഡിയയിൽ നമുക്ക് മല്ലിച്ചെപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ഇത് നല്ലൊരു ടിപ്പ് ആൻഡ് ഫ്രഷ് ആയിട്ട് മാസങ്ങളോളം ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.